ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ദിരാഗാന്ധിയുടെയും മൻമോഹൻ സിംഗിൻ്റെയും കാലത്ത് ഉൾപ്പെടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷവും നിർണായകമായ റോളുകൾ വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യ പ്രതിപക്ഷമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പ്രതിപക്ഷ നേതാവായിരുന്നു എ കെ ജിയോട് നെഹ്റു അഭിപ്രായങ്ങൾ പല കാര്യങ്ങളിലും തേടുമായിരുന്നു. അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തും ഭൂപേഷ് ഗുപ്ത, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ഭൂപേഷ് ഗുപ്തയുടെ ക്ലാസ്മേറ്റ് കൂടിയായിരുന്ന ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പല കാര്യങ്ങളിലും തേടിയിരുന്നു. ഭൂപേഷ് ഗുപ്ത മരിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് ഇന്ദിരാഗാന്ധി എത്തിയിരുന്നു. അതും കഴിഞ്ഞ് രാജീവ് ഗാന്ധിയുടെ കാലത്താകട്ടെ സുർജിത്തും പ്രകാശ് കാരാട്ടും യെച്ചൂരിയും അടങ്ങുന്ന നേതാക്കളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും UPA സർക്കാരുമായുള്ള ഐക്യത്തെക്കുറിച്ചും മറ്റും ചർച്ചകൾ നടത്തുമായിരുന്നു. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിർണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്ന ഇടതുപക്ഷം അപ്രസക്തമാകാൻ തുടങ്ങിയത് രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്തിന് ശേഷം. ഒന്നാം UPA സർക്കാരിന് പിന്തുണ നൽകിയിരുന്ന ഇടതുപക്ഷം വളരെ നിർണായകമായ ഒരു റോളാണ് മൻമോഹൻ സിംഗിൻ്റെ ആദ്യ ഭരണത്തിൽ നിറവേറ്റിയിരുന്നത്. പക്ഷേ ആണവ കരാറുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പേരിൽ കോൺഗ്രസുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് UPAയിൽ നിന്ന് ഇടതുപക്ഷം പിൻവാങ്ങുകയായിരുന്നു. 64 MPമാരുടെ പ്രാതിനിധ്യം പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന് മോദി സർക്കാർ അധികാരമേറ്റതോടെ ആ പ്രാതിനിധ്യം വിരലിലെണ്ണാവുന്ന അംഗസംഖ്യയിലേക്ക് ചുരുങ്ങി. അത് ഇടതുപക്ഷത്തിന് മാത്രമല്ല, കോൺഗ്രസിനും അതേ അപജയം സംഭവിച്ചു. കാരണം 40 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിയപ്പോൾ 4 സീറ്റുകളിലേക്ക് ഇടതുപക്ഷവും ഒതുങ്ങി. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും സാധാരണ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിയിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, CPM ഇന്ന് അതീവ ഗുരുതരമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കേരളത്തിൽ 19ലെയും 24ലെയും തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റ സീറ്റ് മാത്രം ലഭിച്ച് ജനങ്ങൾ ഇടതുപക്ഷത്തെ CPMനെ അവഗണിച്ചിരിക്കുകയാണ്. ഒരു സർക്കാരിനെ തെരഞ്ഞെടുപ്പിൽ നിരാകരിക്കുന്നതിന് തുല്യമാണ് തെരഞ്ഞെടുപ്പിലെ ഈ കനത്ത തോൽവി. കാരണം കേരളം ഭരിക്കുന്നത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരാണ്. അപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിൽ ഇത്രയും കനത്ത തോൽവി സംഭവിച്ചു എന്ന് പറയുമ്പോൾ ജനം ഇടതുപക്ഷത്തോട് മുഖം തിരിക്കുന്നു എന്നാണ്. ജനം മുഖം തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പിന്തുണ ആർജിക്കുന്നതിൽ, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടതാണ്. ഒരു സുപ്രഭാതത്തിൽ ഇടതുപക്ഷത്തിന് അധികാരം ലഭിച്ചതല്ല. ഉമ്മൻചാണ്ടി സർക്കാരിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒന്നാം പിണറായി സർക്കാരും അതിനുശേഷം രണ്ടാം പിണറായി സർക്കാരും അധികാരത്തിൽ വന്നത് പാർട്ടിയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അവർ നേടിയെടുക്കുന്ന ജനവിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഒരു തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അധികാരം ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന അധികാരം ജനപക്ഷത്തു നിന്നുകൊണ്ട് ക്ഷേമപ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ട് അവരുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിയുന്ന പാകത്തിലായിരിക്കണം. അവിടെയാണ് പിണറായി സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നത്. CPMൻ്റെ ചരിത്രത്തിൽ ഇത്രയും സങ്കീർണമായൊരവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ്
വളരെ സീനിയറായ സഖാക്കൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിലും 35-40 വർഷമായി അംഗങ്ങളായി തുടരുന്ന ചില നേതാക്കൾ പറഞ്ഞത് 64-ൽ പാർട്ടി പിളർന്നപ്പോഴും 2006-ൽ VS അച്യുതാനന്ദന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചപ്പോഴും ആണ് ഇപ്പോഴത്തെ പോലെ ഒരു പ്രതിസന്ധി പാർട്ടിക്കുള്ളിൽ രൂപം കൊണ്ടത്. 64-ൽ CPI-യുമായി പിരിഞ്ഞ് CPM പുറത്തേക്ക് വന്ന 32 പേർ, ആ 32 പേരിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ VS അച്യുതാനന്ദനാണ്. അപ്പോൾ അന്ന് പാർട്ടി പിളർന്ന സന്ദർഭത്തിലും വളരെ പ്രതിസന്ധികളിലൂടെയാണ് പാർട്ടി കടന്നുപോയത്. അത് കഴിഞ്ഞ് പിന്നെ അത്തരം ഒരു പ്രതിസന്ധി നേരിടുന്നത് 2 ചേരികളായി പിരിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും VS മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകണോ വേണ്ടയോ, VS സ്ഥാനാർത്ഥി ആകണോ വേണ്ടയോ എന്ന തർക്കം. ഒരു ചേരി VS ആകണമെന്നും മറുചേരി VS സ്ഥാനാർത്ഥിയായാൽ അത് അപകടമാണെന്നും പാർട്ടിക്ക് അപകടമാണെന്നും. അപ്പോൾ വികാരപരമായി ആയിരുന്നു അന്നത്തെ ചർച്ച. അന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പല നേതാക്കളും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് VS-ന് പിന്തുണ പ്രഖ്യാപിച്ചും മറ്റു ചിലർ VS-നെ നഖശികാന്തം എതിർത്തുകൊണ്ടുമാണ് സംസാരിച്ചത്. ഏറ്റവും ഒടുവിൽ പൊതുസമൂഹത്തിൽ നിന്നും ജില്ലാ കമ്മിറ്റികളിൽ നിന്നും VS-ന് അനുകൂലമായ ജനപിന്തുണ പുറത്തു വന്നപ്പോഴാണ് പോളിറ്റ് ബ്യൂറോ ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM പാർട്ടി നേരത്തെ തീരുമാനിച്ച PB നേരത്തെ തീരുമാനിച്ച പിണറായിയും VS-ഉം മത്സരിക്കേണ്ട ആ തിരഞ്ഞെടുപ്പിൽ എന്ന തീരുമാനം തിരുത്തി VS മത്സരിക്കട്ടെ എന്ന ചരിത്രപരമായ തീരുമാനമെടുത്തു. അപ്പോൾ അന്നുണ്ടായ പ്രതിസന്ധിയിൽ 2 ചേരികളായി തിരിഞ്ഞ് VS പക്ഷമെന്നും പിണറായി പക്ഷമെന്നും പറഞ്ഞ് ഏറ്റുമുട്ടിയ സന്ദർഭത്തിൽ വികാരപരമായിരുന്നു ആ സംസ്ഥാന കമ്മിറ്റി യോഗവും കേന്ദ്ര കമ്മിറ്റി യോഗവും. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത പാർട്ടി അതിസങ്കീർണമായ പ്രതിസന്ധിയെ നേരിടുന്ന സന്ദർഭമാണെന്നും അതുകൊണ്ട് പാർട്ടിയെ ജനങ്ങളുമായി അടുപ്പിക്കാനും നഷ്ടപ്പെട്ടു പോയ ജനവിശ്വാസം തിരിച്ചെടുക്കാനും അടിയന്തരമായ ഒരഴിച്ചുപണി നടപടികൾ ഉണ്ടാകണമെന്നും സംസ്ഥാന കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും ആവശ്യപ്പെട്ട ഉന്നതതല യോഗമാണ് നടന്നത്. പലപ്പോഴും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളും കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളുമെല്ലാം കേട്ടറിഞ്ഞും ഊഹാപോഹങ്ങളിലൂടെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനുള്ളിൽ നടക്കുന്ന ചർച്ചകൾ പുറത്തേക്ക് വരാറില്ല. ഇപ്പോഴും ചർച്ചകളുടെ വിശദാംശങ്ങൾ നേതാക്കൾ ആരും വെളിപ്പെടുത്തില്ല. പക്ഷേ ഒരു കാര്യം അവർ എല്ലാവരും, ഞാൻ സംസാരിച്ച എല്ലാ നേതാക്കളും അടിവരയിട്ട് പറഞ്ഞു, ഭരണത്തിനെതിരെയും പാർട്ടിയുടെ നിലപാടിനെതിരെയും ശക്തമായ വിമർശനം ഭൂരിപക്ഷ അംഗങ്ങളും നടത്തി എന്നാണ്. അതിനർത്ഥം ഈ സംസ്ഥാന കമ്മിറ്റിയുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെയും വിമർശനങ്ങൾ ഇപ്പോൾ ഓരോ ജില്ലയിലും കേന്ദ്ര കമ്മിറ്റി നേതാക്കളുടെ സാന്നിധ്യത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ജില്ലാ കമ്മിറ്റികളും സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ചേരാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത പ്രകാശ് കാരാട്ടും ജനറൽ സെക്രട്ടറി യെച്ചൂരിയും എന്താണ് സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നത് എന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. കാരണം PB അംഗങ്ങളായ കാരാട്ടും യെച്ചൂരിയും മാത്രമല്ല, പിണറായിയും MA ബേബിയും A വിജയരാഘവനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും PB അംഗങ്ങളാണ്. അവരെല്ലാവരും തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ ഇക്കാര്യം വിശദീകരിക്കുന്നതിനോടൊപ്പം സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ചകളെല്ലാം ക്രോഡീകരിച്ച റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കും. അപ്പോൾ ആ കേന്ദ്ര കമ്മിറ്റിയിൽ ആയിരിക്കും സംസ്ഥാനത്ത് ശൈലി മാറണമോ, സംസ്ഥാന ഭരണത്തിൻ്റെ ശൈലി മാറണമോ, നേതൃത്വം മാറണമോ എന്ന വിഷയം ഗൗരവമായി ചിന്തിക്കുക. അതീവ ഗൗരവമായ ഈ വിഷയം
പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന ത്രിതല തെരഞ്ഞെടുപ്പുകളിലും പിന്നീട് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇതേ തിരിച്ചടി ആവർത്തിച്ചാൽ അത് താങ്ങാനുള്ള കരുത്ത് CPM-നുണ്ടാവില്ല. അപ്പോൾ അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന ഭരണത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായും കേന്ദ്ര നേതൃത്വം കേരളത്തിൻ്റെ കാര്യത്തിൽ, ഇടതുപക്ഷ സർക്കാരിൻ്റെ കാര്യത്തിൽ, പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് വിപ്ലവകരമായ നിയമങ്ങൾ, പരിഷ്കാരങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയ ഇടതുപക്ഷം ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത്? ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട EMS സർക്കാർ മുതൽ പിണറായി സർക്കാർ വരെയുള്ള ഇടതുപക്ഷ ഭരണകാലത്ത് വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭൂപരിഷ്കരണ നിയമമായാലും, മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ വിപ്ലവ ബില്ലായാലും, ജനകീയ ആസൂത്രണം EMS-ൻ്റെ കാലത്ത് തന്നെ കൊണ്ടുവന്ന ജനകീയ ആസൂത്രണമായാലും, EK നയനാരുടെ കാലത്ത് കൊണ്ടുവന്ന കുടുംബശ്രീ പോലെയുള്ള പ്രവർത്തനങ്ങളായാലും, ശരിക്കും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാൽവയ്പ്പാണ് കുടുംബശ്രീ. കാരണം ഇത്രയും സ്ത്രീകളുടെ പ്രാതിനിധ്യമുള്ള മറ്റൊരു സംഘം മറ്റൊരു സംസ്ഥാനത്തുമില്ല. അങ്ങനെ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ കേരള സമൂഹത്തിന് ഇടതുപക്ഷ സർക്കാരുകൾ നൽകിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ടും ജനങ്ങൾ എന്തുകൊണ്ട് അകന്നു പോകുന്നു എന്ന വിഷയമാണ് പാർട്ടി നേതൃത്വത്തെ അലട്ടുന്നത്. ഭരണം കിട്ടിക്കഴിയുമ്പോൾ സഖാക്കൾ, അത് ചെറിയ സഖാക്കളായാലും വലിയ നേതാക്കളായാലും ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. അതുപോലെ സൽഭരണം എന്ന ആക്ഷേപം പോലീസിലായാലും മറ്റ് സർക്കാർ സംവിധാനങ്ങളിലായാലും പ്രതിഫലിക്കുന്നു. ഭരണതലപ്പത്ത് ബ്യൂറോക്രാറ്റുകൾ കൂടുതൽ ശക്തരാകുന്നു. ബ്യൂറോക്രസിയെ നിയന്ത്രിക്കാനും പൊളിറ്റിക്കലായി തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ ജനപക്ഷത്തു നിന്നുകൊണ്ട് ആകണമെന്ന് നിർബന്ധം പിടിക്കാനും അത് നടപ്പിലാക്കാനും സർക്കാരിന് കഴിയാത്തതാണ് പരാജയത്തിൻ്റെ ഒരു കാരണം. അപ്പോൾ തിരഞ്ഞെടുപ്പ് പരാജയം എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണാനാവില്ല. ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർ രാപ്പകൽ അധ്വാനിച്ച് ഉണ്ടാക്കിയെടുത്ത ജനപിന്തുണ ഒരു ഭരണം കൊണ്ട്, തുടർ ഭരണം കൊണ്ട് നഷ്ടപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്.